പ്രിയ ആണല്ലോ അത്. പ്രിയ എന്തിയെ കരയിനെ? ക്ലാസ് വിട്ടിട്ട് കുറെ സമയം വീട്ടിൽ പോണില്ലേ? എനിക്ക് വീട്ടിൽ പോകണ്ട ടീച്ചറെ, ഞാൻ വീട്ടിൽ പോണില്ല. എന്ത് പറ്റി? എനിക്ക് വീട്ടിൽ പോകണ്ട, എനിക്ക് പേടിയാണ് ടീച്ചറെ. അതെ, വീട്ടിൽ പോണില്ലാന്ന് പറയാനെന്താ കാരണം? എന്താ? എനിക്ക് എന്റെ അച്ഛനെ പേടിയാണ് ടീച്ചറെ, എനിക്ക് വീട്ടിൽ പോകണ്ട. അച്ഛൻ മോളെ ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിക്കാറുണ്ട്. അതിന്റെ സ്വന്തം അച്ഛനല്ല, എന്റെ രണ്ടാം അച്ഛനാണ്. അതെന്നെ നന്നായി ഉപദ്രവിക്കും. മോനെ വിവരമൊക്കെ അമ്മയോട് പറയാറുണ്ടാ? അമ്മയോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അയാൾ അമ്മയ്ക്കും പേടിയാണ്. ശരി മോളെ, ധൈര്യമായിട്ടിരിക്കുക, കരയില്ല കേട്ടോ. മോളുടെ കൂടെ ഞങ്ങളുണ്ട്. ഇനി അച്ഛൻ നിന്നെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ട് പ്രതികരിക്കണം. നിന്റെ കൂടെ ഞങ്ങളുണ്ട്. നീ ധൈര്യമായിട്ടൊന്ന് വീട്ടിൽ പോക്കാം. ടീച്ചർ ബാക്കി കാര്യങ്ങളൊക്കെ ടീച്ചർ വേണ്ടതുപോലെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തേക്കാം. നീ ഇനി അച്ഛൻ ഉപദ്രവിക്കാൻ വരുമ്പോ ഞങ്ങൾ അവിടെ ഉണ്ടാവും, ആ പരിസരത്ത് തന്നെ ഞങ്ങളുണ്ടാവും. അതുകൊണ്ട് മോള് പേടിക്കണ്ട, മോള് ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകോട്ടാ. നീ എന്തെന്ന് വൈകിയത്? നീ ഇത് കുമ്പിട്ടിരിക്കണേ, കുറെ നേരമായി കുമ്പിട്ടിരിക്കാൻ തുടങ്ങിയിട്ട്. മോളൊന്നും കഴിച്ചൊന്നില്ലേ? ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ഇവിടെ നിങ്ങൾ തൊടരുത്. എന്ത് തൊട്ടു തീർച്ചപ്പോ എന്താ എന്നെ അവകാശമില്ലാതെ എന്നെ തൊടാൻ നിങ്ങൾക്ക് ഒരു അവകാശമില്ല. നീ മിണ്ടാതിരിക്കുക. ഞാൻ പോലീസിന് കംപ്ലൈന്റ് ചെയ്യും, അമ്മ വൈകി വരും. ബാലാവകാശ കമ്മീഷന് കംപ്ലൈന്റ് ചെയ്യും. നിങ്ങൾ അഴി എണ്ണേണ്ട വരും. നീ മിണ്ടാതിരി. എന്നെ തൊടരുന്നല്ലേ പറഞ്ഞേ? മോളെ എന്താ പ്രശ്നം? ഒന്നുമില്ല. എത്ര മനുഷ്യൻ, എത്ര നല്ല മനുഷ്യൻ. അതെ, എന്നെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായി. നിങ്ങൾ എന്റെ കൊച്ചിനെ നിങ്ങൾ ഉപദ്രവിക്കണമെന്ന് കേട്ടില്ല. ഞാനൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങളൊന്നും ചെയ്യാനാണ് കൊച്ച് വീട്ടിലേക്ക് വരാൻ പേടിച്ചിട്ട് സ്കൂളിൽ തന്നെ ഇരുന്നത്. എടി, ഞാൻ അകത്തിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞതാണ് കൊച്ചിനോട്. വ്യവസായിട്ട് അകത്തോണ്ട് എനിക്ക് കൊച്ചിന് സംസാരിക്കുന്നതിന് പുറത്തേക്ക് സംസാരിച്ചൂടെ? മറ്റുള്ള ആൾക്കാരൊക്കെ എന്തിനാ കാണേന്ന് എഴുതിയിട്ടല്ലേ നീ ഇങ്ങനെ വേണ്ടാത്തതൊക്കെ വേണ്ടാത്തതല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ കൊച്ചിന്റെ അടുത്ത് ആവശ്യമില്ലാത്ത രീതിക്ക് നിങ്ങൾ പെരുമാറിയ ഇത് നിങ്ങളുടെ മോളെ പോലെ നിങ്ങൾ കാണണ്ടേ? ഞാൻ അങ്ങനെയല്ലേ കണ്ടുള്ളൂ. അങ്ങനെയല്ല കാണണേ മോളെ. ഈ ഇങ്ങനെ എവിടെ മോന്റെ അടുത്ത് കാണിച്ചേ? അമ്മ ഇല്ലാത്ത നേരത്തെ എന്തൊക്കെ എന്നോട് പെരുമാറിയെന്ന് അറിയോ? എടി, അത് അവൾ കൊച്ചു അറിയാണ്ട് പറയണതാണ്, വെറുതെ പറയണതാണ്. കൊച്ചറിയാണ്ട് പറയണൊന്നുമല്ല. ഇനി മേലാല് എന്റെ കൊച്ചിന്റെ അടുത്ത് ഈ മാതിരി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ പോയാ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാം. ടീച്ചർ എല്ലാ വിവരങ്ങളും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നെ വിളിച്ച് പറഞ്ഞതാണ്. ഇനി എന്റെ കൊച്ചിന്റെ അടുത്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത രീതിക്ക് പെരുമാറിയാൽ ഞങ്ങൾ പോലീസ് അടുത്ത് പോകും. ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. നീ അങ്ങനെയൊന്നും പറയില്ലേടി. ഞാൻ ഈ വയസ്സാം കാലത്ത് ഇനി പോലീസിന്റെ അഴിയാണ്. ഞാൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യൂല. ഇത് എന്റെ മോളല്ലേ. ഞാൻ ഇനി മോളെ അച്ഛനോട് ക്ഷമിക്കാം. ഞാൻ ഇനി മോനെ ഒന്നും ചെയ്യൂല. ഇനി വേണ്ടാത്തത് പോലീസിലൊന്നും പോവല്ലേ കേട്ടോ. ഒന്നും ചെയ്യൂല കേട്ടോ. എന്തായാലും അങ്ങനെ മാപ്പ് പറഞ്ഞല്ലോ. ഇനി അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് വിശ്വസിക്കാം. ഇനി അങ്ങനെയെങ്കിലും ഉണ്ടായാൽ മോളെ അമ്മയുടെ അടുത്ത് പറയാൻ മടിക്കരുത് കേട്ടാ. നമുക്ക് അന്നേരം വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. മോള് പോയി ഡ്രസ്സ് മാറിയിട്ട് വായോ, ചായ എടുത്ത്. ചായ എനിക്ക് തായോടി. ഗുഡ് മോർണിംഗ് ടീച്ചർ. വെരി ഗുഡ് മോർണിംഗ്. എന്ത് പറയുന്നു? ഇന്ന് ഭയങ്കര ഹാപ്പി ആണല്ലോ പ്രിയ. ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി? പ്രശ്നമൊക്കെ ഉണ്ടായി, പക്ഷെ ടീച്ചർ പറഞ്ഞോണം തന്നെ ഞാൻ തിരിച്ച് പറഞ്ഞു. അതായിരുന്നു വെരി ഗുഡ്, മിടുക്കി. അങ്ങനെ വേണം. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നമ്മൾ തല കുമ്പിടുത്തി പിടിച്ച് വിഷമിച്ചിരിക്കാതെ ആരോടെങ്കിലുമൊക്കെ തുറന്നു പറയുമ്പോഴാണ് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. നിന്റെ കൂടെ ഞങ്ങളുണ്ടാവും. ഇനി ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പൊ ശരി, മോള് എന്നാ ക്ലാസ്സിലേക്ക് പോ. ടീച്ചർ ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. ശരി ടീച്ചർ. ലതികത് നേരത്തെ വന്നിട്ടുണ്ടല്ലോ. അതെന്താ നേരത്തെ വരാൻ കാരണം? സാറേ, എന്റെ വർക്കുകൾ കുറച്ച് പെൻഡിങ്ങിലുണ്ട്. അതൊന്ന് ചെയ്തു തീർക്കാൻ വേണ്ടി ഞാൻ നേരത്തെ വന്നത് സാറേ. ഇത് ലതിക വളരെ സുന്ദരിയായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളറുള്ള സാരിയാണ് എടുത്തിരിക്കുന്നത്. സാറിന് ഈ കളർ ഭയങ്കര ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണത്. അതിനൊരു കാര്യം ചെയ്യും സാറേ, ഭാര്യയ്ക്കത് വാങ്ങിച്ചു കൊടുത്തു വരണം. സാരി എടുത്താലും വലിയ ചന്തമൊന്നുമില്ല അവളെ കാണാൻ. അത് സാറിന് തോന്നുന്നുണ്ടല്ലേ? സാറ് മനസ്സോട് കൂടിയിട്ട് വാങ്ങിച്ചു കൊടുത്ത് ഉടുപ്പിച്ച് നോക്കിയേ. അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും ഭാര്യനെ കാണാനായിട്ട്. ഇതെവിടുന്നാ വാങ്ങിയത്? സാറത് പിന്നെ എന്നോട് തുടർന്നത് എന്റെ നേരം തുടർന്നെന്തിനാ? എനിക്കതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സാറിന്റെ സ്വഭാവം എങ്ങനെയാന്നുള്ളത്. ലതിക, നീ ഒച്ച വെക്കാതെ. നിനക്ക് സാരി തരുന്നു ഞാനെന്നുള്ള വിചാരം നീ മറക്കരുത്. എന്റെ സാറ്, അതൊക്കെ 2 ദിവസം മുമ്പായിരുന്നു. ഇപ്പൊ എനിക്കറിയാം ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത്. ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ശമ്പളം എനിക്ക് വാങ്ങിക്കാനായിട്ടുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ വിചാരിച്ചാൽ കളയാവുന്ന ജോലിയേ ഉള്ളൂ. അതൊക്കെ പണ്ടായിരുന്നു സാറേ. ഇപ്പോഴേ എനിക്കറിയാം ഇതിന്റെ നിയമങ്ങൾ എന്താന്നുള്ളത്.
സാറൊന്ന് ആലോചിച്ച് നോക്കിയേ, സാറിന്റെ ഭാര്യയും മോളും ഇതുമാതിരിയുള്ള എന്നെ പോലുള്ള ഒരു സ്ത്രീയല്ലേ, മോള് പഠിച്ച് ഒരു ജോലിയൊക്കെ കിട്ടി ഓഫീസിലൊക്കെ ചെന്നിരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ആ മാനേജർ ഇങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞാലുള്ള അവസ്ഥ സാറൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനാ സാറ് ഇങ്ങനെയൊക്കെയുള്ള ഈ ഇതും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ അടുത്തേക്ക് പോകുന്നത്? വെക്കാതെ എനിക്ക് കാര്യം മനസ്സിലായി. ആരോടും ഒന്നും പറയരുത്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയേ. ആദ്യം തന്നെ സാറ് സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കും. അപ്പോൾ ഇതിനുള്ള എല്ലാ കാര്യങ്ങളും സാറിന് മനസ്സിലാവും. അപ്പൊ നമുക്ക് നവംബർ 25 അന്താരാഷ്ട്ര ദിനമായിട്ട് ഇത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് അന്താരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കണം സാറേ. സാറും കൂടി അതിൽ പങ്കെടുക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിന്നാൽ ഒരു അതിക്രമങ്ങളും ഈ ലോകത്ത് ഉണ്ടാവുകയില്ല സ്ത്രീകൾക്കെതിരെ. എനിക്ക് തെറ്റ് പറ്റി, ഞാനും ആ പരിപാടിയിൽ പങ്കെടുക്കും. ശരി, നമുക്ക് സാറിന്റെ ക്യാമ്പിൽ പോയി ജോലി ചെയ്തോളൂ.